Hi guys, it's me Harsha Mathi from Avodha. Welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അജയ് ടോം ആണ്. സോ അജയ്ക്ക് അവോധ ത്രൂ എങ്ങനെ ഉണ്ടായിരുന്നു ലൈഫ്, എങ്ങനെ ചേഞ്ച് ആണ് വന്നേക്കണേ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സോ ഹായ് അജയ്, വെൽക്കം ടു Career Talks with Avodha. ഹായ്, എന്തുണ്ട് വിശേഷമൊക്കെ? വിശേഷം സുഖമാണ്. ഇപ്പോൾ ഞാൻ എന്താ പറയാ കയറി, അപ്പൊ ഇത് ഇന്റേൺഷിപ്പിന് കയറി. അങ്ങനെ അത് കുഴപ്പമില്ല, മുന്നോട്ട് പോകും. ഓ ഗുഡ്. എവിടെയാണ് കേറിയേക്കുന്നേ? ഞാൻ മിസ്റ്റർ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ്. എവിടെയാണ്? മിസ്റ്റർ ഷോപ്പി. ഓക്കെ, എന്താണ് എന്ത് പ്രോഡക്റ്റ് ആണ്? അതൊരു ഇ കോമേഴ്സ് സ്റ്റാർട്ടപ്പ് ആണ്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഞാനിപ്പം ബേസിക്കലി അവര് കൽപ്പറ്റ ഉണ്ടോർന്ന്, അതുപോലെ തന്നെ എറണാകുളം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ എവിടെയാണ് ഇപ്പൊ നീ റിപ്പോർട്ട് ചെയ്യുന്നത്? ഞാനിപ്പം വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് കൽപ്പറ്റയാണ് മെയിൻലി. കൽപ്പറ്റയാണല്ലേ? ഓക്കെ. എനിവേ കൺഗ്രാറ്റുലേഷൻ ഫ്രം യുവർ അബോധ ഫാമിലി അജയ്. ഓക്കെ. അപ്പം അജയ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവോധയെ പറ്റി അറിഞ്ഞതും അവോധയുടെ പോയി ചേർന്നതും ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. സോ എങ്ങനെയാണ് അവോധയെ പറ്റി അറിഞ്ഞത്? ഓക്കെ, ഞാൻ ബേസിക്കലി അറിഞ്ഞതെന്ന് പറയുമ്പോൾ FB യിൽ ഒരു ആഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ്ലി അവോധ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ അവിടെ നമ്പർ കൊടുത്തപ്പോൾ എനിക്ക് അവോധ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം എന്നാ ചെയ്തത്. അതിനുശേഷം ഞാൻ ജോയിൻ ചെയ്ത് അവിടെ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചു. എന്നാ ജോയിൻ ചെയ്തേന്നൊക്കെ ഓർമ്മയുണ്ടോ? ജോയിൻ ചെയ്തത് ഏകദേശം ഒരു 4 months ago ആണ്. എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ എന്താണ് അവോധയിൽ എടുത്ത കോഴ്സ്? ഏതായിരുന്നു? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു എടുത്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്തത് അല്ലേ? ഓക്കെ ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്തത്. അപ്പൊ എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാൻ കാരണം? ഞാൻ മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ബികോം ആയിരുന്നു ഞാൻ പഠിച്ചത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങിയത്. അജയ് പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ എടുത്തിട്ട് ഡീപ്പോൾ കണ്ണൂർ. കണ്ണൂർ ഡീപ്പോളാണ് പഠിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. സോ അപ്പം അവോധയിലേക്ക് വന്നു, അവോധയിൽ ജോയിൻ ചെയ്തു. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? തുറന്നു അടിപൊളിയായിരുന്നു. സീരിയസ്ലി? അത്യാവശ്യം നല്ല രീതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുമാതിരി ഏരിയാസ് എല്ലാം തന്നെ കവർ ചെയ്ത് പോയിരുന്നു. ഓൾമോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ എല്ലാ ഏരിയയും തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലാസ്സുകളിലൂടെ. എനിക്ക് ബേസിക്സ് മൊത്തം കിട്ടിയത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ്. ഓക്കെ മോനെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും ഓൺലൈൻ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒക്കെ അല്ലേ? അതിൽ നിങ്ങൾ എന്തൊക്കെയാ പഠിപ്പിക്കുന്നേ? ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സെഷൻസ് വരുന്നുണ്ട്. ഒന്ന് എന്താ പറയുക, നമ്മള് വെബ്സൈറ്റ് വെബ്സൈറ്റ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ആ ഒരു ഏരിയാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ അതുപോലുള്ള പ്രൊഫൈൽസ്, ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ്, അതുപോലുള്ള ഏരിയാസ് എല്ലാം തന്നെ അതിനകത്ത് കവർ ആയി പോകുന്നുണ്ട്. ഇപ്പൊ നമുക്കിപ്പം ചില കുട്ടികൾക്കൊക്കെ ഏത് ചൂസ് ചെയ്യണം? ഇപ്പൊ ബികോം ആയാലും ഡിഗ്രി ആയാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് സ്കോപ്പ് ഉണ്ടോ? ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. ഞാനിപ്പോ ഇവിടെ കയറിയിരിക്കുന്നത് പറയുമ്പോൾ SEO അനലിസ്റ്റ് ആയിട്ടാണ്. സോ ഇതിന്റെ ഒപ്പം തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു. ഇവിടെ കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഓപ്ഷൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഈ പ്രോഗ്രാമിംഗിന്റെ ഒക്കെ ബേസ് ഒക്കെ വേണോ പഠിക്കാൻ വേണ്ടിയിട്ട്? ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അത് ആവശ്യമില്ല, പക്ഷെ ചില സിറ്റുവേഷൻസിൽ അത് ആവശ്യം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വേറൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഞാൻ വരുന്നത്. അപ്പൊ അവരുടെ കൂടെ എനിക്ക് ഇവരുടെ വെബ്സൈറ്റ് വരുന്നത് ഡൈനാമിക് HTML വെബ്സൈറ്റ് ആണ് വരുന്നത്. HTML അതുപോലെ അങ്ങനത്തെ കോഡിംഗ് വെബ്സൈറ്റ് അവരുടെ വരുന്നത്. അപ്പം അതിന്റെ SEO വർക്സിലെല്ലാം അത്യാവശ്യം അതിന്റെ ബേസിക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ ആവശ്യം വരുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഒരു ഹാർഡ് കോർ കോഡിങ്ങോ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ട് കോഡിംഗ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെയൊന്നും ആവണമെന്നില്ല. ജസ്റ്റ് നമുക്ക് ഒരു നോളജ് ഉണ്ടാകും. ഒരു ഡിഗ്രി നോളജും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈസി ആയിട്ട്. ബാക്കി നമുക്ക് പഠിച്ചെടുക്കാം. വെബ്സൈറ്റ് മേക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട്. വെബ്സൈറ്റ് നമുക്ക് വേർഡ്പ്രസ് വെബ്സൈറ്റ് GZPയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവോധയിൽ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്. വേർഡ്പ്രസ് വെബ്സൈറ്റുകളിലാണ് അവോധ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ ക്ലാസ്സസ് ഒക്കെ റെക്കോർഡ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അപ്പൊ ഡൗട്ട് ഒക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചോണ്ടിരുന്നത്? ലൈവ് ക്ലാസ് കയറുമായിരുന്നോ? ലൈവ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. രാവിലെ 10 തൊട്ട് 7 മണി വരെ കണ്ടിന്യൂസ് ലൈവ് ഉണ്ട്. അപ്പം ആ ടൈമിൽ എപ്പോ വേണേലും
കേറിയാല് ഫാക്കൽറ്റി ഞാൻ ഒരിക്കലും ഞാൻ കയറിയായിരുന്നു. ഞാൻ ഈ ഇന്റേൺഷിപ്പിൽ കയറിയതിനു ശേഷം തന്നെ ഞാൻ ഒരിക്കലും ഒരു ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് ഞാൻ വന്നായിരുന്നു ലൈവില്. ഡൗട്ട് ഒക്കെ ട്യൂട്ടർ അപ്പൊ തന്നെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ടാവുമല്ലോ. അത് അവിടെ ക്ലിയർ ചെയ്ത് തന്നായിരുന്നു. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തായിരുന്നോ അജയ് നമ്മുടെ ഓതര സൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ? ഇടയ്ക്ക് 1-2 തവണ ക്രാഷ് ആയിരുന്നു സൈറ്റ്. മീൻസ് ക്ലാസ്സിനിടയ്ക്ക് ക്രാഷ് ആയി പോയായിരുന്നു. ക്ലൗഡ് എറേഴ്സ് വരുന്ന അല്ലാതെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്റ്റക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ക്ലാസ് ക്ലിയർ ആണ്. എന്താ പറയാ, ഒരു വലിയ ഡാറ്റന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, എന്തുകൊണ്ട് ഇത് എടുത്ത് ചോദിക്കാൻ കാണുന്ന വെച്ചാൽ നമ്മൾ പ്യുവർലി ഓൺലൈൻ ആണ്. അപ്പൊ പുതിയൊരു കുട്ടി നമ്മുടെ അബോധയിലേക്ക് വരുമ്പോ ഫുൾ ഡൗട്ട് ആണ്. ഇത് എങ്ങനെയാണ് ഓൺലൈൻ പഠിച്ച വല്ലതും നടക്കുമോ, അതോ ഫാക്കൽറ്റി ജസ്റ്റ് പറഞ്ഞു തരുന്ന മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഒക്കെ ആയിട്ടും വരാം. സോ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് അജയ് പോലുള്ളവർക്ക് പറഞ്ഞു തരാം. അപ്പൊ അതുകൊണ്ടാണ്. ഇപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെയാണ് റെക്കോർഡ് എന്ന് പറയുമ്പോ തന്നെ ഫാക്കൽറ്റിയുടെ ഡെസ്ക്ടോപ്പ് ആണോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്? ഫാക്കൽറ്റിയുടെ ഡെസ്ക്ടോപ്പ് വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക്. അത് വളരെയധികം യൂസ്ഫുൾ തന്നെയാണ്. കാരണം നമുക്ക് ചെയ്യുന്ന ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സിസ്റ്റം വെച്ചിട്ട് ചെയ്തു നോക്കുവാണെങ്കിലും ഓഫ് കോഴ്സ് നമുക്കത് നോക്കി നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാനും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പ്രാക്ടിക്കൽ നോളജ് തരുന്നുണ്ടോ? റിയൽ പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നുണ്ട്. നമുക്ക് പ്രാക്ടിക്കലി അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു, അതിന് ശേഷമുള്ള ഒരു മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അജയ്ക്ക്? മോക്ക് ഇന്റർവ്യൂ സെക്ഷൻസ് അത്ര വലിയൊരു ഹാഡ് ഇന്റർവ്യൂസ് ഒന്നും ആയിരുന്നില്ല. ബട്ട് നമ്മുടെ നോളജിനെ ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ ചോദിച്ചതൊക്കെ? പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാ ചോദിച്ചത്. പഠിപ്പിച്ചതിന് അപ്പുറത്തേക്ക് ഒരു വലിയൊരു എന്താ പറയുക, ഒരു ബന്ധമില്ലാത്ത ഒരു ഏരിയാസിലേക്കൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു ചെക്കിങ് വരുന്നുണ്ട് നല്ല രീതിയിൽ, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ തേർഡ് മോക്ക് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ സെഷൻ. അതാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ SEO അങ്ങനെ ചെയ്യാം, അത്രേ ഉള്ളൂ. അത് ഈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കോഴ്സ് പഠിച്ചാണെങ്കിൽ കിട്ടും. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴേ ഈ ഫീസ് സ്ട്രക്ചർ നമുക്ക് ഭയങ്കര യുണീക്ക് ആണ്. വളരെ കുറച്ച് ഫീസേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും അടുത്തൊരു ഫ്രീക്വന്റ് ഡൗട്ട് എന്ന് പറയുന്നത് 2,800 രൂപയ്ക്ക് ഒരു ഫുൾ പഠിപ്പിക്കുവോ, അതോ ചുമ്മാ പഠിപ്പിച്ച് പോകുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ അതിന് അജയ്ക്ക് എന്താ എന്ന് വെച്ചാല് 2,800 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഫീസ് അല്ല, അവർ കവർ മൊത്തം ഭാഗങ്ങളും ചെയ്യുന്നുണ്ട്. ഏരിയാസ് എല്ലാം തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു കോഴ്സ് മാത്രം പഠിച്ച് പിന്നെ ഞങ്ങൾ വേറെ പുറത്തുനിന്നൊന്നും പഠിക്കില്ല, അല്ലെങ്കിൽ നോളജ് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നാൽ ഉറപ്പായിട്ട് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കത്തേ ഉള്ളൂ. നമ്മളിത് പഠിക്കുന്നപ്പോൾ തന്നെ നമ്മളിത് പ്രാക്ടിക്കലായിട്ടും ചെയ്യണം, അതിന്റെ ഒപ്പം തന്നെ മാക്സിമം ഏൺ ചെയ്യാൻ, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എന്തൊക്കെയാണോ അതിൽ നമ്മൾ റീഡിംഗ് ആയിട്ടും വീഡിയോസ് ആയിട്ടും നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് പറ്റുള്ളൂ. അല്ലാതെ ഇത് മാത്രം കണ്ടിട്ട് എന്താ പറയുക, ഇതല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഇവിടെ അപ്ഡേറ്റ് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മളും അതിനനുസരിച്ച് മാറണം, പ്രാക്ടിക്കലി ചെയ്തു നോക്കണം, എങ്കിലേ കാര്യമുള്ളൂ. സോ മച്ച്. സോ വർക്കിലേക്ക് വരുമ്പോഴത്തേക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ കൂടെ എന്താ ഈസി ആയി പോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പം എന്താ പറയാ, ഫസ്റ്റ്ലി കയറിയതിന്റെ ഒരു ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്. കാരണം എന്താ പറയാ, SEO അനലിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പൊ കയറിയിരിക്കുന്നത്. അതിന്റെ ചെറിയൊരു സ്ട്രഗിൾ എനിക്ക് ചെയ്യേണ്ട വന്നു. പക്ഷെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഇത് പിക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, എനിവേ ഹാപ്പി കേൾക്കാൻ പറ്റിയതില്, നല്ല ഫീഡ്ബാക്ക് കേൾക്കാൻ പറ്റിയതില് ഒരുപാട് താങ്ക്സ്. നിങ്ങളെ പോലുള്ള ഒരുപാട് കുട്ടികളാണ് ഞങ്ങൾക്ക് അവോധയ്ക്ക് എന്താ പറയാ എപ്പോഴും പ്രചോദനവും അപ്ഡേഷനും തരാനൊക്കെ ഞങ്ങൾക്ക് പ്രചോദനമാവുന്ന നിങ്ങളാണ്. സോ താങ്ക് യു സോ മച്ച് അജയ്. സോ വൺസ് അഗെയിൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി അവോധയിലേക്ക് വരുന്ന കുട്ടിയോട് ആസ് എ സീനിയർ അജയ്ക്ക് എന്താണ് പറയാനുള്ളത്? എടുക്കുന്ന കോഴ്സ് എന്താണെങ്കിലും നന്നായിട്ട് പഠിക്കുക. വീഡിയോസ് സ്കിപ്പ് ചെയ്ത് വെറുതെ മുന്നോട്ട് പോയി കോഴ്സ് തീർത്താൽ ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ. നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് അറിയില്ലാത്ത ഭാഗങ്ങൾ വീണ്ടും കണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ഈ കോഴ്സ് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര ആഴ്ച കൊണ്ട് തീർക്കുക എന്നല്ല, നന്നായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ മാക്സിമം ഈ ഒരു എടുക്കുന്ന കോഴ്സ് എന്താണോ അതിൽ ഇൻട്രസ്റ്റും അറിവും നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ സക്സസ് ഉണ്ടാവും. ഓക്കെടാ. അപ്പൊ താങ്ക് യു സോ മച്ച് അജയ്. അവോധ ചൂസ് ചെയ്തതിനും അവോധയോടൊപ്പം നിന്നതിനും താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക്സ്. ഓക്കെ, താങ്ക് യു.